MA ബേബി ദേശീയ സെക്രട്ടറിയായി വന്നിരിക്കുകയാണ്. ബേബിക്ക് പിണറായി വിജയന് ബേബിയും വലിയ താല്പര്യമില്ല. MA ബേബി എന്ന് പറയുന്ന പഴയ വിദ്യാഭ്യാസ മന്ത്രി ജീവനോടെ ഉണ്ട് എന്ന് പോലും അറിയുന്നത് ഇപ്പോഴത്തെ ഈ പാർട്ടി സമ്മേളനം വന്നപ്പോഴാണ്. മധുരയിൽ നടന്ന 24ാമത് പാർട്ടി കോൺഗ്രസ് വന്നപ്പോഴാണ്. പിണറായി വിജയൻ ഇപ്പോൾ വാ അടച്ചു വെച്ചത് മകളുടെ പ്രശ്നം കൂടി ഉള്ളത് കൊണ്ട് കൂടുതൽ പറഞ്ഞാൽ അത് തനിക്കെതിരെ തന്നെ വരുമെന്നുള്ളത് കൊണ്ടാണ്. പിണറായിക്കെതിരെ ഏത് വാളായിരിക്കും ബേബി ഓങ്ങാൻ വച്ചിരിക്കുന്നത് ആദ്യം? അല്ലെ, CPM-നെ സംബന്ധിച്ചിടത്തോളം 24ാം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് ഗൗരവമായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ബാധ്യസ്ഥമായിരിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി അവർ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-യും സംഘപരിവാർ സംഘങ്ങളും എങ്ങനെയാണ് CPM-നെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ അതിജീവിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് അവരുടെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയും. പക്ഷേ എന്തുകൊണ്ട് ബേബി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് ബേബി എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് തന്നെ ചോദിച്ചതിൻ്റെ ചുരുക്കം. അതാണ് എന്താണ് പിണറായി വിജയൻ ഭയപ്പെട്ടിട്ടാണോ, മകളുടെ വിഷയം മൂടിവെക്കുന്നതിന് വേണ്ടിയാണ്? അത്തരം കാര്യങ്ങൾ പിന്നാലെ വരുന്ന ചോദ്യങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ബേബിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിണറായി വിജയൻ തയ്യാറായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിൽ BJP-ക്കെതിരെ ഒരു ബദൽ എന്ന നിലയ്ക്ക് രൂപപ്പെട്ട ഒരു ഐക്യമുന്നണി എന്ന് പറയുന്ന സാധനമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ആ ഇന്ത്യ മുന്നണിയിൽ നല്ല മനസ്സോടുകൂടിയല്ല ആദ്യമേ മുതൽ CPM പങ്കെടുത്തിട്ടുള്ളത്. കാരണം ഇന്ത്യ മുന്നണി യോഗത്തിലൊന്നും പലപ്പോഴും CPM ചെല്ലാറില്ല, അല്ലെങ്കിൽ CPM-ൻ്റെ പ്രതിനിധി തന്നെ അതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ് ശരി. ആ മുന്നണി ബന്ധം ശക്തമാക്കപ്പെട്ടിരുന്നത് CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. അദ്ദേഹവും രാഹുൽ ഗാന്ധിയൊക്കെ ആയിട്ടുള്ള സൗഹൃദം രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തുന്നതിൽ പോലും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു. അല്ലെങ്കിൽ ആ സൗഹൃദത്തിലൂടെയാണ് അവിടെ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നത്, ആശയവിനിമയമൊക്കെ നടക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിനോട് കേരളത്തിലെ CPM-ന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമായിരുന്നില്ല. അവരതിനെ എല്ലാ ഘട്ടങ്ങളിലും എതിർത്തിട്ടുള്ളവരാണ്. കാരണം കേരളത്തിലാണ് ആകെ CPM-ന് ഭരണം. ആ ഭരണം നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അവരുടെ ശക്തി നിലനിർത്തണമെങ്കിലും അവർക്ക് മുഖ്യശത്രുവായിട്ട് കേരളത്തിൽ പ്രതിഷ്ഠിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അങ്ങനെ കോൺഗ്രസ്സിനെ കേരളത്തിൽ എതിർക്കുക, കോൺഗ്രസ്സുമായിട്ട് മത്സരിക്കുക എന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ ഇവിടെ നിന്ന് പരസ്പരം യുദ്ധം ചെയ്യുന്നത് സൗഹാർദ്ദ മത്സരമാണോ എന്നൊക്കെ ചിലപ്പോൾ BJP ചോദിച്ചേക്കാം. പക്ഷെ അതല്ല, ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് കേരളത്തിലെ CPM-ന് കേരളത്തിലെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, അവരുടെ അണികളെ ബോധ്യപ്പെടുത്തേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയ രൂപീകരണത്തിൽ എപ്പോഴും CPM-ൻ്റെ ജനറൽ സെക്രട്ടറിക്ക് നല്ല പങ്കുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ കാല ചരിത്രത്തിൽ മനസ്സിലാക്കിയിരിക്കും. ഈ ഇന്ത്യ മുന്നണി രൂപീകരണത്തിലും വലിയ പങ്ക് വഹിച്ചത് സീതാറാം യെച്ചൂരി എന്ന CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. CPM-ൻ്റെ നയരൂപീകരണ സമിതി എന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോവും അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുമാണ്. അവരെല്ലാവരും കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനമാണ് പൊതുനയമായിട്ട് പിന്നീട് വരുന്നത്. പക്ഷേ ആ നയത്തിൽ പോലും സ്വാധീനം ചെലുത്താനായിട്ട് ജനറൽ സെക്രട്ടറിക്ക് കഴിയും എന്നുള്ളതാണ് ശരി. ഇത് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ CPM-ൻ്റെ ഘടകം, ഈ പാർട്ടി കോൺഗ്രസ്സിൽ ആരാണ് സെക്രട്ടറി ആയിട്ട് വരേണ്ടത് എന്ന് ആലോചിച്ച സമയത്ത് തങ്ങളുടെ കേരളത്തിലെ രാഷ്ട്രീയ ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ വരണം എന്നത് അവർക്ക് വളരെ വ്യക്തമായിട്ടൊരു ആവശ്യമായിരുന്നു. അത് പിണറായി വിജയൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമല്ല ശരിക്കും. അദ്ദേഹത്തിൻ്റെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമല്ല. പകരം കേരളത്തിലെ CPM-നെ നിലനിൽക്കുന്നതിന് ഏത് രാഷ്ട്രീയ നിലപാടാണ് എടുക്കേണ്ടത് എന്ന വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിത്തറയാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആര് വരാൻ സാധ്യതയുണ്ട് നോക്കുമ്പോൾ ഏറ്റവും മുതിർന്ന നേതാവ്, പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്നുള്ള രാഘവലു. അപ്പോൾ ഈ രാഘവലു വരൂ എന്ന് പലരും കരുതിയിരുന്നു, പലരും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇനി അടുത്ത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അശോക് ധൗള എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ CPM-ൻ്റെ സെക്രട്ടറി, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ
കിസാൻ സഭയുടെ പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്ന ഈ വ്യക്തി വരും എന്ന് കരുതപ്പെട്ടു. മാത്രമല്ല ബംഗാൾ ഘടകം അതിശക്തമായിട്ടുള്ള രീതിയിൽ ഈ അശോക് ധവളയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കരുനീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കേരള പാർട്ടിയുടെ അധീശത്വം അംഗീകരിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരിൽ ആരെങ്കിലുമൊക്കെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇനി അതല്ല, വേറെ വലിയൊരു വാർത്ത ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ CPM-ൻ്റെ ഒരു ചരിത്ര നിർമ്മിതിയുടെ ഭാഗമായിട്ട് വൃന്ദ കാരാട്ട് എന്ന് പറയുന്ന വനിതയെ, അവർക്ക് ഈ 75 വയസ്സെന്ന് പറയുന്നതായിട്ടുള്ള പ്രായപരിധിയിൽ ചില ആനുകൂല്യങ്ങൾ നൽകി അവരെ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ കേരള ഘടകം ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. വൃന്ദ കാരാട്ട് പിണറായി വിജയൻ പറയുന്നൊന്നും കേൾക്കില്ല. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലപാടുണ്ട്, അവർ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഇവിടെ ഉണ്ടായ പല വിഷയങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അവർ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനത്തെ നിലപാടായിരിക്കും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് അവർ വേണ്ട എന്ന് കേരള ഘടകത്തിന് തീരുമാനമുണ്ട്. ഈ കേരള ഘടകം എന്ന് പറയുന്നത് പിണറായി ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ആണോ? കേരളത്തിലെ മുഴുവൻ ആളുകളും, അല്ലാണ്ട് പിണറായിയുടെ ഒരു പ്രശ്നമല്ല. കേരള പാർട്ടിയാണ്. അപ്പോൾ കേരള പാർട്ടിയുടെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരാൻ പാടില്ല എന്നുള്ളതാണ്. അശോക് ധവളയുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹം സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരി എന്ത് നയമാണോ കൊണ്ടു നടക്കുന്നത് ആ നയം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ കോൺഗ്രസ്സായിട്ട് സഖ്യം വേണം എന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയും മഹാരാഷ്ട്രയിലെ ആ സഖ്യത്തിൽ അംഗമായിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാലും ഇവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാകാൻ പോകുന്നില്ല. പിന്നെ ഉള്ളതാണ് ബേബി കേരള ഘടകത്തിൽ നിന്ന്, കേരള ഘടകത്തിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് മാറുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ കേരള പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് വരേണ്ട ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ബേബിയാണ്. ശരിയാണ്, നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്ന, ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയാവും എന്ന് കരുതപ്പെട്ടിരുന്നതായിട്ടുള്ള ബേബിയെ ഇവിടുത്തെ പാർട്ടി തന്നെയാണ് ഇവിടെ നിന്ന് കെട്ടുകെട്ടിച്ച് ഡൽഹിയിലേക്ക് വിട്ടത്. അതൊരു ശരിയാണ് ശരിക്കും പറഞ്ഞതിൻ്റെ. കാരണം വിഭാഗീയതയുടെ കാലത്ത് അദ്ദേഹത്തെ ഇവിടെയുള്ള പരിപാടികളിലൊന്നും ബേബിയെ പങ്കെടുപ്പിക്കാറില്ല. ബേബിയുടെ പേര് പോവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാം, കേരള പാർട്ടി എന്ന് പറഞ്ഞാൽ ബേബിയെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ പുറത്ത് നിർത്തിയ ബേബിയെ ഇപ്പോൾ അവർക്ക് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ഒരു രാഷ്ട്രീയം ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ആവശ്യം നിർവഹിക്കപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബേബി യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് വരുന്നത്. അദ്ദേഹം അതിന് സർവ്വത യോഗ്യനാണ്. ഇപ്പോൾ ഉള്ള ആളുകളിൽ അദ്ദേഹത്തിൻ്റെ അത്രയും യോഗ്യത ആർക്കുമില്ല. കാരണം സീതാറാം യെച്ചൂരിയാണ് ഇതിനു മുമ്പ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി. സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരുന്നതിന് മുമ്പ് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ബേബി ആയിരുന്നു അതിക്ക് മുമ്പ് അഖിലേന്ത്യാ പ്രസിഡൻറ്റ്. ആ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന ബേബി ഒഴിഞ്ഞ സമയത്താണ് ആ സ്ഥാനത്ത് യെച്ചൂരി വന്നത്. ആ യെച്ചൂരിയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായിട്ട് പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നുവെച്ചാൽ യെച്ചൂരിക്ക് മുമ്പ് CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് വരേണ്ട ഒരാളായിരുന്നു ബേബി. ഇത്തരം നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള വിഭാഗീയതകൾ, ഒതുക്കലുകൾ, ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ആയിരിക്കണം അന്ന് അദ്ദേഹത്തിന് ഇതിലേക്ക് കടന്നു വരാനായിട്ടുള്ള വാതിൽ അടഞ്ഞതിൻ്റെ കാരണം. ഇന്ന് പക്ഷേ ഇവരുടെ തന്നെ ആഗ്രഹം, ഇവരുടെ തന്നെ ആവശ്യവും രാഷ്ട്രീയമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് കേരള ഘടകം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ സമ്പൂർണ്ണ സപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം സെക്രട്ടറിയായിട്ട് എത്തിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നത്.